ശ്രീലക്ഷ്മി അറക്കൽ, ദ സ്യൂഡോ ഫെമിനിസ്റ്റ്, ഇവളെ പോലുള്ള ഒരുത്തിയാണ് ഈ നാടിന്റെ ശാപം. ഇവളെയൊക്കെ ആദ്യം അടിച്ച് ഈ നാട്ടിൽ നിന്ന് വെളിയിൽ കളയണം, എവിടെങ്കിലും ഐലൻഡിൽ കൊണ്ടിടണം. പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, നന്നായി എന്ന് പറഞ്ഞിട്ട്, നന്നായി എന്ന് പറഞ്ഞു ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇവള് തന്തയില്ലാത്തവളാണ്, ഇവള് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവള് തന്തയില്ലാത്തവളാണെന്ന്. അത് തെളിയിച്ച് ഈ പന്ന മോള് ഇവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യം ഞാൻ ഒന്ന് വായിച്ചേപ്പിക്കാം. നന്നായി, കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ. ഇതിനകത്ത് എവിടാണ് അവളെ പീഡിപ്പിച്ചത്? അതിനോട് പ്രസക്തിയില്ല. ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. നീ വലിയ ഫെമിനിറ്റി ആണല്ലോ, നീ എത്ര പേർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സ്ത്രീകൾക്ക് വേണ്ടി നീ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സ്യൂഡോ ഫെമിനിറ്റി കളിച്ച് നടക്കുന്നതല്ലാതെ? അതാണ് പ്രശ്നം. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതിരിക്കുക. ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും മുതുക്കും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കയ്യും കാലും അടക്കി വെക്കുക. സന്തോഷം. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നതിനകത്ത് ഇവക്ക് സന്തോഷം. അതിനകത്ത് പ്രോപ്പർ തെളിവില്ല. അയാൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവളെ കയറി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് പ്രോപ്പർ തെളിവ് പോലും ഇല്ല. ഇവളങ്ങ് ഉറപ്പിച്ച് അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെ ആ മനുഷ്യൻ കയറി തൂങ്ങിച്ചത്തപ്പോ ഇവക്ക് സന്തോഷം. എടി ശവം തിന്നടി, ഇതിനേക്കാളും ബലം അങ്ങേരുടെ ശവം എടുത്തിട്ട് തിന്നുന്നതാടി അതിനേക്കാളും നല്ലത്. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ. ഇവള് ഇത് തന്നെ പറയത്തുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞു, ഇവള് ഇത് തന്നെ പറയത്തുള്ളൂ. ഇവിടെ വായന ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തന്തയ്ക്ക് ഉണ്ടായതല്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അത് ഞാൻ പറഞ്ഞതല്ല. ഇവള് മറ്റേ കളങ്കാവല് സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം പറഞ്ഞതാണ്, എന്റെ തന്തയും ഈ മമ്മൂട്ടിയെ പോലെ ഉള്ള ഒരാളായിരുന്നു. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. അങ്ങേർക്ക് ഇതുപോലെ നാട്ടിൽ ഓടി നടന്ന് കളിച്ച് പിള്ളേരെ ഉണ്ടാക്കലാണ് പണി, അങ്ങനെ ഉണ്ടായതാണ് ഞാൻ എന്ന് ഇവള് പറഞ്ഞതാണ്, അല്ല ഞാൻ പറഞ്ഞതല്ല. അതാ പറഞ്ഞ, ഇവള് നല്ല തന്തയ്ക്ക് ഉണ്ടായതല്ല. ആ നല്ല തന്തയ്ക്ക് ഉണ്ടാവത്തിന്റെ കൊണമാണ് ഇവളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.